അപ്പോൾ ഏഴാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന ചാപ്റ്റർ നമ്മൾ തുടങ്ങുകയാണ്. റിവിഷൻ എന്ന രീതിയിലാണ് നിങ്ങൾ ഈ ക്ലാസ് കാണേണ്ടത്. ഇതൊരിക്കലും ആദ്യമായിട്ട് +1 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഒരിക്കൽ +1 എക്സാം എഴുതി ഇമ്പ്രൂവ്മെൻറ്റിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ആദ്യത്തെ പോയിൻ്റ്, മോഷൻ ഓഫ് റിജിഡ് ബോഡി. നമുക്കറിയാം റിജിഡ് ബോഡിക്ക് ജനറലി 2 ടൈപ്പ് ഓഫ് മോഷനാണുള്ളത്. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും എവറി പാർട്ടിക്കിൾസ് ഓഫ് ദ റിജിഡ് ബോഡി ഹാസ് സെയിം ലീനിയർ വെലോസിറ്റി. ആ പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കണം. അതായത് വെലോസിറ്റി എല്ലാ പാർട്ടിക്കിളിനേതും സെയിം ആയിരിക്കും. അതേപോലെ റിജിഡ് ബോഡിയുടെ മറ്റൊരു മോഷനാണ് റൊട്ടേഷണൽ മോഷൻ. എന്താണ് റൊട്ടേഷണൽ മോഷൻ എന്ന് വെച്ചാൽ, ഇൻ റൊട്ടേഷണൽ മോഷൻ എവറി പാർട്ടിക്കിൾ ഓഫ് റിജിഡ് ബോഡി മൂവ്സ് ഇൻ എ സർക്കിൾ എബൌട്ട് ആൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ എബൌട്ടായിട്ട്, ഇപ്പോൾ ഇതൊരു റിജിഡ് ബോഡി ആണെങ്കിൽ ഇതിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി പാർട്ടിക്കിൾസ്, ഇപ്പോൾ ഞാൻ ഈ പേന ഒരു റൊട്ടേഷണൽ ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും ഈ ഒരു സെയിം ആക്സിസിന് ചുറ്റും എന്തായിരിക്കും ഈ ബോഡി ആൻറ്റി ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലോ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു റിജിഡ് ബോഡിയുടെ ജനറലി ഉള്ള 2 തരം മോഷൻ. ഒന്ന് ട്രാൻസ്ലേഷണൽ മോഷൻ, വേറൊന്ന് റൊട്ടേഷണൽ മോഷൻ. അടുത്ത പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി. സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി എന്ന് വെച്ചാൽ, ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഈസ് a mathematical point where the whole mass of the body is supposed to be concentrated. അപ്പോൾ ഇതൊരു മാത്തമാറ്റിക്കൽ പോയിൻ്റാണ്. ആ പോയിൻ്റിൽ ആ ബോഡിയുടെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വാട്ട് ഈസ് സെൻറ്റർ ഓഫ് മാസ് എന്ന ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. നോക്കൂ, നമ്മളതിന് വേണ്ടിയിട്ട് m1 എന്ന ഒരു മാസ്, അതുപോലെ m2 എന്നൊരു മാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എവിടെയോ ഒന്ന് സെൻറ്റർ ഓഫ് മാസ് എന്ന ഞാൻ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ പോയിൻ്റ് ഉണ്ട്. അതിന് ഞാൻ C എന്നാണ് എടുത്തിരിക്കുന്നത്. r1 എന്നാൽ ദ റേഡിയസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് m1 ഫ്രം ഒറിജിനാണ്. r2 പൊസിഷൻ വെക്ടർ ഓഫ് m2 ഫ്രം ഒറിജിനാണ്. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. RCM എന്ന ലെറ്റർ കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ RCM ഇസ് ഈക്വൽ ടു m1 ഇൻറ്റു അവിടെ നിന്ന് അതിൻ്റെ പൊസിഷൻ വെക്ടറായ r1 പ്ലസ് m2 അതിൻ്റെ പൊസിഷൻ വെക്ടർ r2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. m1 പ്ലസ് m2ന് പകരം നമ്മൾ എടുക്കുക ടോട്ടൽ മാസ്, വേർ m1 പ്ലസ് m2 ആണെന്ത് ടോട്ടൽ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് RCM. RCM എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ്. ഈ RCM എന്നാൽ എന്താണ് ശരിക്കും? ഇത് അല്ലെങ്കിൽ നമ്മൾ ഈ മാസ് m1 m2 നമ്മളൊരു ഒറിജിൻ വെച്ചാണല്ലോ പറഞ്ഞത്. അതിൽ നിന്നും ആ ഒറിജിനെ വിത്ത് റെസ്പെക്റ്റ് ടു ആ ഒറിജിനിൽ നിന്നും ഒരു പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഇനി RCMനെ നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതാം. XCM I cap പ്ലസ് YCM J cap. തീർച്ചയായും നിങ്ങളുടെ ഡൗട്ട് എന്താണ് XCM എന്താണ് YCM എന്നല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. XCM എന്നാൽ m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ഉപയോഗിക്കാം, ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. YCM എന്താണ്? m1 y1 പ്ലസ് m2 y2 ബൈ m ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ പിന്നെയുള്ള ഡൗട്ട് എന്താണ് x1 എന്നല്ലേ. നോക്കൂ, m1ൻ്റെ x കോർഡിനേറ്റ് ആണ്, ഇതാണ് x1. അതേപോലെ m1ൻ്റെ y കോർഡിനേറ്റ് ഒരു പെർപെൻഡിക്കുലർ y ആക്സിസിലേക്ക് വരച്ചാൽ അതാണ് y1. m2ൻ്റെ x കോർഡിനേറ്റ് ആണ് x2. m2ൻ്റെ x കോർഡിനേറ്റ് ആണ് y2. ഓക്കെ, ഇത് കൊടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? RCM തന്നെയാണ് കിട്ടുക. ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് ആംഗുലാർ വെലോസിറ്റിയും അതുപോലെ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ആംഗുലാർ വെലോസിറ്റിയെ നമുക്ക് ഒമേഗ എന്നും ലീനിയർ വെലോസിറ്റി നമുക്ക് v എന്നും വിളിക്കാം.
അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷനാണ് ഒമേഗ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. ഇത് നമുക്ക് വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വി വെക്റ്റർ ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം. ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് എഴുതാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയും അതുപോലെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സും തമ്മിലൊരു റിലേഷനുണ്ട്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ് മെഷർമെൻറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ആർ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആർ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ തീറ്റ എന്ന് എഴുതാം. ഈ റിലേഷനും ഒന്ന് ഓർത്ത് വെക്കണം. അതേപോലെ ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷൻ തമ്മിലുള്ള റിലേഷനാണ് ആൽഫ ഇസ് ഈക്വൽ ടു എ ബൈ ആർ, അല്ലെങ്കിൽ ആർ ആൽഫ ഇസ് ഈക്വൽ ടു എ. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം, എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. എക്സും വിയും എയും, അതേപോലെ അപ്പുറത്തെ സൈഡിൽ എഴുതുക തീറ്റ, ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ. ഇത് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം, റൊട്ടേഷണൽ മോഷനിൽ ഇരിക്കുന്ന ബോഡിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് നമുക്ക് ഈ ബോഡിയിലേക്കുള്ള റേഡിയസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ, ഇത് ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, ഇത് ലീനിയർ ആക്സിലറേഷനും ആംഗുലാർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടോർക്ക്. ടോർക്കിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, മൊമെൻ്റ് ഓഫ് ഫോഴ്സ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഒരു കാര്യം നോക്കിയാൽ 2018 മാർച്ച്, 2016 മാർച്ച്, അതുപോലെ 2020 മാർച്ച്, ഇത്രയും എക്സാമുകളിൽ ഇത് ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടോർക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, ദ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ടോർക്ക്. അതായത് റൊട്ടേഷണൽ ഇക്വലൻ്റ്, ഒരു ഫോഴ്സ്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ കിട്ടുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ ഒരു അതേ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ആ മോഷൻ്റെ പേരാണ് ടോർക്ക്. ഈ ഡോറൊക്കെ തുറക്കുന്നത് അതിന് ടോർക്കിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഒരു കൺസിഡർ എ ബോഡി, ഒരു ഒ എന്ന ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ട് കറങ്ങുന്നൊരു ബോഡി നമുക്ക് ഇതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഫോഴ്സ് പി എന്ന പോയിൻറ്റിലൊരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റിജിഡ് ബോഡിയാണ് നിങ്ങൾ കാണുന്നത്. ടോർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, അതായത് ഈ നമ്മൾ അപ്ലൈ ചെയ്ത പി എന്ന പോയിൻ്റ് അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇവിടെ ഒ എ എന്ന പോയിൻ്റ് ഒരു ലൈൻ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ അതാണിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് എഴുതാൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എഫ്, അതുപോലെ ഒ എൻ എന്നാണ്, ഒ എൻ എടുത്തിരിക്കുന്നു. ഇനി ടോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ആറിനും എഫിനും ഇടയുള്ള ആംഗിൾ തീറ്റ എടുത്താൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡായ ഒ എൻ ബൈ ഹൈപ്പോട്ടനീസ് ആയിട്ടുള്ള ആറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒ എന്നെ നമുക്ക് എഴുതാം ആർ സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആർ സൈൻ തീറ്റ നോക്കൂ, അതാണ് എന്ത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, പിന്നെ എഫും. അപ്പോൾ ആർ എഫ് സൈൻ തീറ്റ, ആർ എഫ് സൈൻ തീറ്റ എന്താണ്, മോഷനെ പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ ക്രോസ് ബി ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഇൻ വെക്റ്റർ ഫോം ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ. ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി പോയിൻ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. SI യൂണിറ്റ് ഓഫ് ടോർക്ക് ഇസ് ന്യൂട്ടൺ മീറ്റർ. അതിൻ്റെ കാരണം നോക്കൂ, ഫോഴ്സിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ആറിൻ്റേത് മീറ്ററാണ്.
പിന്നെ ടോർക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അത് ആക്സിയൽ വെക്റ്ററാണ്, നോട്ട് ദ പോയിൻറ്റ്. ആക്സിയൽ വെക്റ്റർ ആണെന്ന് വെച്ചാൽ ഈ ടോർക്കിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. എങ്ങോട്ടാണോ ബോഡി കറങ്ങുന്നത് ആ ഡയറക്ഷനിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് വലത്തെ കൈ നമ്മൾ 4 വിരലുകൾ ചുറ്റി പിടിച്ച് കഴിഞ്ഞാൽ തമ്പ് അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരും, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡയമെൻഷൻസ് എന്താ, വർക്കിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ml² T⁻². അപ്പോൾ ടോർക്കിനും വർക്കിനും ഒരേ ഡയമെൻഷൻസ് ആണ് എന്ന് മറന്നു പോകരുത്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അടുത്ത പോയിൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മറ്റൊരു പേരാണ് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം. പ്ലീസ് നോട്ട് ദ പോയിൻറ്റ്, മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം എക്സാമുകൾക്ക് എങ്ങനെയാണ് വരിക നോക്കൂ. 2019 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ന്യൂമറിക്കൽസ് ആണ് അതിനകത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പർ പോയിട്ട് അതിൽ നിന്നുള്ള ആ പ്രോബ്ലം പഠിക്കുക. അത് പഠിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് ഞാനിവിടെ പറയാം. അതുപോലെ മാർച്ച് 2013 ന്യൂമറിക്കലാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 2010 ഇമ്പ്രൂവ്മെൻറ്റിനും അതന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിക്കും, കൂട്ടത്തിൽ നിങ്ങൾ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഇവിടുന്ന് വരുമെന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് ആംഗുലാർ മൊമെൻറ്റം? ദ റൊട്ടേഷണൽ ഇക്വലൻ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് കോൾഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നേരെ പോകുന്നൊരു ബോഡിയുടെ മൊമെൻറ്റമാണ് ലീനിയർ മൊമെൻറ്റം. എന്നാൽ കറങ്ങുന്ന ഒരു ബോഡിയുടെ മൊമെൻറ്റത്തിൻ്റെ പേരാണ് ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റത്തിന് നമുക്ക് എഴുതാം L = R × P. ക്യാപിറ്റൽ ലെറ്റർ L ആണ്. അതുപോലെ നമ്മൾ ആ ലീനിയർ മൊമെൻറ്റത്തിന് P, അതുപോലെ അങ്ങോട്ടുള്ള അല്ലെങ്കിൽ ആ കറങ്ങുന്ന ബോഡിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R. ഓക്കെ, ആംഗുലാർ മൊമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. SI യൂണിറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഇസ് kg/m²/s. അതിൻ്റെ കാരണം R എന്ന് വെച്ചാൽ മീറ്ററാണ്. അതുപോലെ P എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മൊമെൻറ്റം നമുക്കറിയാലോ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് kg/m/s വരും. പിന്നെയുള്ളത് R ആണ്, R മീറ്ററാണ്. അപ്പോൾ ഈ മീറ്ററും കൂടെ നമുക്ക് kg/m²/s എന്നോ അല്ലെങ്കിൽ ഈ സെക്കൻഡ് മേലെ പോകുമ്പോൾ s⁻⁻1 എന്നോ എഴുതാം. ആംഗുലാർ മൊമെൻറ്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നേരത്തെ ടോർക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് ആക്സിയൽ വെക്റ്ററാണ്. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കാണാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ ആയതുകൊണ്ടാണ് ടോർക്കിനെയും അതുപോലെ ആംഗുലാർ മൊമെൻറ്റത്തിനെയും നമ്മൾ ആക്സിയൽ വെക്റ്റർ എന്ന് പറയുന്നത്. ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ ആംഗുലാർ വെലോസിറ്റിയും അതുപോലെ ആംഗുലാർ ആക്സലറേഷനും ഒക്കെ എന്താണ്, ഈ പറഞ്ഞ പോലെ ആക്സിയൽ വെക്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് ഓർത്ത് വെക്കണം. ഏത് ആക്സിയൽ വെക്റ്ററിൻ്റെയും ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ച് കാണാം. ഇനി ഡയമെൻഷൻസ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ml² T⁻⁻1 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലിൻ്റെ ഡയമെൻഷൻ കാണുമ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ. അതുകൊണ്ട് ഈ എല്ലും നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എല്ലാണ്, ഇത് ഡിസ്റ്റൻസിൻ്റെ നമ്മൾ ഡയമെൻഷണൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയ ലെങ്ത്തിൻ്റെ ഡയമെൻഷനാണ്. പിന്നെ നമുക്ക് മൊമെൻറ്റത്തിൻ്റെത് നമുക്ക് അറിയാം, അത് m×L T⁻⁻1 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ കിട്ടും ml² T⁻⁻1. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഇത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ സെയിം ആസ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ H എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷനും അതുപോലെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷനും സെയിം ആയിരിക്കും. പ്ലീസ് നോട്ട് ദ പോയിൻറ്റ്. അടുത്തത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, ബോർഡ് എക്സാം ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അത് മാർച്ച് 2018 അതുപോലെ മാർച്ച് 2017 ഇമ്പ്രൂവ്മെൻറ്റ് 2015 2015 വന്നിട്ടുണ്ട്, 2010 ഇതിൽ എത്രയും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഈ ഡേറ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഈ ചാപ്റ്ററിൽ ഏതിനാണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫ്രം ഇക്വേഷൻ ആംഗുലാർ മൊമെൻറ്റം നമ്മൾ തൊട്ടുമുമ്പൊക്കെ പറഞ്ഞു R × P ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. രണ്ട് സൈഡിലും
വിത്ത് റെസ്പെക്ട് ടു ടൈം കൊണ്ട് d/dt ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ നമ്മൾ d/dt ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തും നമ്മൾ d/dt ചെയ്യണമല്ലോ. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ വെക്ടറിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുന്നു, ക്രോസ് ഇടുന്നു, എന്നിട്ട് മറ്റേതിനെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നു, പ്ലസ് രണ്ടാമത്തത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു, പിന്നെ ക്രോസ് ഇടുന്നു, അടുത്ത വെക്ടറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ r ക്രോസ് p എന്നുള്ള ഓർഡർ മാറരുത്. ഓക്കെ. ഇനി നമുക്ക് dr/dtക്ക് പകരം നമുക്ക് വെലോസിറ്റി എഴുതി കഴിഞ്ഞാൽ, അതുപോലെ പിക്ക് പകരം മാസിൻ്റെ വെലോസിറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എന്തായി മാറും നോക്കൂ. dr/dt ക്രോസ് p, അതായത് ഈ ടേമിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. dr/dt ക്രോസ് p എന്ന് പറഞ്ഞത് v ക്രോസ്, അതായത് ഇത് dr/dt എന്ന് വെച്ചാൽ v ആണ്, mv. അത് ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത് വെലോസിറ്റിയുടെ കൂടെ, ഇവിടെ m ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1 × m ആണ്. പിന്നെ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്നു. എനി ടു ലൈക്ക് വെക്ടേഴ്സ് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. അതുകൊണ്ട് v ക്രോസ് v 0 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്, ഈ ഇക്വേഷനിൽ ബാക്കിയാവുന്നത് എന്താണ്, r ക്രോസ് dp/dt മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി dl/dt is equal to, റൈറ്റ് സൈഡിൽ ബാക്കിയാവുന്നത് ഈ ടേം 0 ആയി കഴിഞ്ഞു. r ക്രോസ് dp/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, dp/dt എന്താണ്, ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്കറിയാം, അത് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ r ക്രോസ് p dp/dtക്ക് പകരം f കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്തായി മാറുന്നു, ഈ ഇക്വേഷനായി മാറുന്നു, dl/dt is equal to tau. This is very very important relation between torque and angular momentum. നെക്സ്റ്റ്, ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി. ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി എന്ന ഈ ടോപ്പിക്കിൽ ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത് ഇവിടെ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് ഇതൊന്ന് പഠിച്ചു വെക്കാം. ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയപ്പെടുന്നു. എപ്പോൾ ഇക്വിലിബ്രിയം, ഈ റിജിഡ് ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് ഇറ്റ്സ് ബോത്ത് ലീനിയർ മൊമെൻറ്റം ആൻഡ് ആംഗുലാർ മൊമെൻറ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം. അപ്പോൾ അതിനുള്ള രണ്ട് കണ്ടീഷനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആവുക, അതേപോലെ രണ്ടാമത്തെ കണ്ടീഷനാണ് എക്സ്റ്റേണൽ ടോർക്ക് 0 ആവുക. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാവുന്നത് എപ്പോഴായിരിക്കും, എഫ് എക്സ്റ്റേണൽ 0 ആവുമ്പോൾ, അതുപോലെ ടോ എക്സ്റ്റേണൽ 0 ആവുമ്പോൾ. അങ്ങനെ വരുമ്പോൾ രണ്ട് പോയിൻറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്ത് ലീനിയർ മൊമെൻറ്റം ഓഫ് ബോഡി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ആംഗുലാർ മൊമെൻറ്റവും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ അത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം, അതുപോലെ അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായാൽ മാത്രമാണ് നമ്മളതിനെ ഒരു റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലായി എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കണം, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആയിരിക്കണം. ആ സമയത്ത് ആ ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ ആംഗുലാർ മൊമെൻറ്റവും ചേഞ്ച് ആവാതെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. നോക്കൂ, മാർച്ച് 2018 ഇവിടുന്ന് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മോഡൽ എക്സാമുകളൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് സ്റ്റേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, ഇഫ് എ ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, ദി സം ഓഫ് ക്ലോക്ക് വൈസ് ടോർക്സ് അബൌട്ട് എനി പോയിൻ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്സ് അബൌട്ട് ദാറ്റ് പോയിൻ്റ്. എന്ന് വെച്ചാൽ ഈ ഡയഗ്രത്തിലേക്ക് നോക്കൂ. ക്ലോക്ക് വൈസ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2 അല്ലേ, നമുക്കിവിടെ അതിനെ ടോ 1 എന്ന് വിളിക്കാം. അതുപോലെ F2 ഉണ്ടാക്കുന്ന ടോർക്കിന് നമുക്ക് ഇവിടെ നമുക്ക് F2 ഉണ്ടാക്കുന്ന ടോർക്കിനെ ടോ 2 എന്നും F1 ഉണ്ടാക്കുന്ന ടോർക്കിനെ ടോ 1 എന്നും വിളിക്കാം. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്ക് T1ഉം അതുപോലെ ക്ലോക്ക് വൈസ് ടോർക്ക് T2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി എന്തായിരിക്കും, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡിയുടെ ആൻറ്റി ക്ലോക്ക് വൈസ്
ടോർക്കുകൾ, ഇതിപ്പോൾ ഒന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, ഇനി എത്ര ഉണ്ടെങ്കിലും അതെല്ലാം എന്തിന് ഈക്വലായിരിക്കും? ക്ലോക്ക് വൈസ് ടോർക്കുകൾക്ക് ഈക്വലായിരിക്കും അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓക്കെ, ഇൻ അതർ വേർഡ്സ് എ ബോഡി ഈസ് ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം, ദി ആൾജിബ്രൈക് സം ഓഫ് മൊമെൻറ്റ്സ് അബൌട്ട് എനി പോയിൻ്റ് ഇസ് 0. അപ്പോൾ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് മൊമെൻറ്റ്സ് എന്നാൽ. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ടോർക്ക് എന്നെടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. അതുപോലെ നോക്കൂ, 2018 മാർച്ചിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു പ്രോബ്ലം, ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് ടോ 1 ഈസ് ഈക്വൽ ടു ടോ 2. ഇതാണ് ക്ലോക്ക് വൈസ് ടോർക്ക് ഈസ് ഈക്വൽ ടു ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കാണ്. ടോ 1നെ നമുക്ക് എഴുതാം F1 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്താണ്? D1 ആണ്. അപ്പോൾ F1 D1 ഈസ് ഈക്വൽ ടു F2 D2. അപ്പോൾ ഈ ഡയഗ്രാം പഠിക്കുക. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് ഇതാണ് F1 D1 ഈസ് ഈക്വൽ ടു F2 D2. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ടോപ്പിക്കാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ മറ്റൊരു പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. ടോർക്കിന് നമുക്ക് മറ്റൊരു പേര് പഠിച്ചിട്ടുണ്ട്, അത് മൊമെൻ്റ് ഓഫ് ഫോഴ്സ് ആയിരുന്നു. ആംഗുലാർ മൊമെൻറ്റത്തിന് മറ്റൊരു പേര് നമ്മൾ പഠിച്ചത് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം എന്നായിരുന്നു. അതുപോലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ മറ്റൊരു പേരാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഓക്കെ, നോക്കൂ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2019 ഇമ്പ്രൂവ്മെൻറ്റ്, അതുപോലെ 2016, 2014, 2012 ഇതിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിൻ്റ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ആൻസർ ചെയ്യാം. ഒന്ന്, ദി റൊട്ടേഷണൽ ഈക്വലൻ്റ് ഓഫ് മാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിച്ചേക്കാവുന്ന ഒരു ചോദ്യമാണ്. റൊട്ടേഷണൽ ഈക്വലൻ്റ് ഓഫ് മാസ് നമ്മൾ വിളിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ വേറെ രീതിയിലൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. The moment of inertia of a rigid body is the inability of a rotating body to change by itself its state of uniform rotational motion. അതായത് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡിയുടെ അതിൻ്റെ യൂണിഫോം റൊട്ടേഷണൽ മോഷനെ അതിന് സ്വന്തം ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കഴിവുകേട്, ഇനബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്കിവിടെ ഓർത്തെടുക്കാം. വൈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് കോൾഡ് റൊട്ടേഷണൽ ഇനേർഷ്യ? ഇതിൻ്റെ ആൻസർ എന്താണ്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം റൊട്ടേഷണൽ മോഷൻ. ഇതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കൂ. I is equal to mr² ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എബൌട്ട് ആൻ ആക്സിസ് ആയിരിക്കും. കാരണം റൊട്ടേഷൻ മോഷൻ എപ്പോഴും എബൌട്ട് ആൻ ആക്സിസ് ആണ്. അതുകൊണ്ട് അതിനെ എബൌട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുക? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പറയാം. അത് ടോർക്ക് ആണെങ്കിലും ആംഗുലാർ മൊമെൻ്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റേഡിയസ് ആണ് എന്ത്? മാസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എത്ര ദൂരത്താണ് എന്നുള്ളതാണ് റേഡിയസ്. ഇവിടെ 6 മാസ് ഓഫ് ദ ബോഡിയാണ് m. ഓക്കെ, ഇനി ഒരു റിജിഡ് ബോഡിയിൽ n പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എഴുതാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മൊത്തം ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ട് കൂട്ടുക ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ കാണുന്ന പോലെ I is equal to m1 r1² plus m2 r2² plus m3 r3² plus etc plus mn rn² ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എഴുതാം. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയെക്കുറിച്ച് 1-2 പോയിൻ്റ് കൂടി നമുക്ക് നോക്കാം. SI യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ മാസ് കിലോഗ്രാം, ഇത് ഡിസ്റ്റൻസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടുന്നത് I is equal to ml². അതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M, ഡിസ്റ്റൻസിൻ്റെ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഇവിടെ സ്ക്വയർ ഇടുന്നു. അപ്പോൾ നമുക്ക് കിട്ടും I is equal to ml². ഇനി ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് ഫാക്ടേഴ്സ് ഓൺ വിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്. അത് ഒന്ന് മാസ് ഓഫ് ദ ബോഡി, ഇത് നോട്ട് ചെയ്ത് വെക്കണേ. മാസ് ഓഫ് ദ ബോഡി, അതുപോലെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി, പിന്നെ ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ മാസ് കൂടിയാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും,
മാസ് കുറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കുറയും. സൈസ് ആൻഡ് ഷേപ്പാണ്. അപ്പോൾ ബോഡിയുടെ മാസ് കൂടുതൽ എങ്ങോട്ടാണോ നീങ്ങുന്നത്, അപ്പോൾ നമ്മൾ അതിനെ കറക്കുമ്പോൾ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ആക്സിസ് എങ്ങനെ എടുക്കുന്നു എന്നതിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ജൈറേഷൻ. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന ഒരു ചോദ്യം മാർച്ച് 2012 നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡെഫിനിഷൻ ഇപ്പോൾ തന്നെ എഴുതി പഠിക്കുക. എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഇറ്റ്സ് എ ഡിസ്റ്റൻസ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് വെച്ചാൽ ഒരു ഡിസ്റ്റൻസ് ആണ്. എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്? ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് എൻ ആക്സിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു എ മാസ് പോയിൻറ്റ് whose mass is equal to the mass of whole body and whose moment of inertia is equal to moment of inertia of whole body about that axis. അപ്പോൾ ഒരു റിജിഡ് ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ ഏതോ ഒരു മാസ് പോയിൻ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഡെവലപ്പ് ഒന്നും ചെയ്യില്ല, നമുക്ക് തോന്നുകയാണ്, ഫീൽ ചെയ്യാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ആ ഡിസ്റ്റൻസ് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്? മാസ് പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത ഇതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മൾ ഇതിനെ കെ എന്ന ക്യാപിറ്റൽ ലെറ്റർ കെ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം എനി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയറിന് പകരം എം കെ സ്ക്വയർ ആണ്. ഇതിൻ്റെ കാരണം എന്താ? മൊത്തം ബോഡിയുടെ മാസ് എല്ലാം കൂടി ഇവിടെ വന്നിരിക്കുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ മൊത്തം ബോഡിയുടെ മാസ് ഈ മാസ് പോയിൻറ്റിൻ്റെ മാസിന് ഈക്വലാണ്. അല്ലെങ്കിൽ ഈ മാസ് പോയിൻറ്റിൻ്റെ മാസ് മൊത്തം ബോഡിയുടെ മാസിന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഈ മൊത്തം ബോഡിയുടെ കൺസിഡർ ചെയ്യേണ്ട, അതിന് പകരം നമുക്ക് ഈ പോയിൻറ്റിനെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കിട്ടുന്നത് ഈ മാസ് പോയിൻറ്റിന് എബൌട്ടായിട്ട് നമുക്ക് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എബൌട്ടായിട്ട് മാസ് പോയിൻറ്റിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? ആ മൊത്തം ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനാണ് കിട്ടുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? അപ്പുറത്ത് ഐ ഉണ്ട്, എം അടിയിലേക്ക് പോകും. അപ്പോൾ കെ എന്താ കിട്ടുക? റൂട്ട് ഐ ബൈ എം. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഇത് എഴുതി വെക്കുക, അല്ലെങ്കിൽ ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു എ മാസ് പോയിൻറ്റ്. ഓക്കെ, ആ മാസ് പോയിൻറ്റിൻ്റെ പ്രത്യേകതയാണ് പിന്നെ പറയുന്നത്. ഈ മാസ് പോയിൻറ്റിൻ്റെ മാസ് അല്ലെങ്കിൽ ഹൂസ് മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹോൾ ബോഡി, ഹൂസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഹോൾ ബോഡി അബൌട്ട് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ നമ്മളിനി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എല്ലാത്തിൻ്റെയും കൂടി കണ്ട് കൂട്ടാനൊന്നും നിൽക്കണ്ട. നമ്മൾ ഈ മാസ് പോയിൻറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നു, അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടാൽ നമുക്ക് ആ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ തന്നെ കിട്ടി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, അതുപോലെ പാരലൽ ആക്സിസ് തിയറവും, പിന്നെ റെഗുലർ ഷേപ്പ്ഡ് ബോഡീസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ.